എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ചെടികളിൽ പെട്ടെന്ന് തന്നെ പൂവുണ്ടാകാൻ ഉള്ള മരുന്ന് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എൻ്റെ ചെടിയിലൊക്കെ ഇത്രയും പൂക്കൾ ഉണ്ടായേക്കുന്നത് ഈ ഒരൊറ്റ മരുന്ന് ഒഴിച്ചിട്ടാണ്. ഇതാകെ ഒരു മാസത്തിൽ 2 മാസം കൂടുമ്പോൾ ഈ മരുന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അത്രയ്ക്ക് എഫക്റ്റ് ചെയ്യുന്ന ഒരു മരുന്നാട്ടോ. അപ്പം നമുക്ക് ആ മരുന്ന് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്നും ചെടിയിൽ തളിക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊക്കെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ വരുന്ന ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ കൊടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പായി കിട്ടുള്ളൂ. ഞാൻ എൻ്റെ ചെടികളിൽ പൂവുണ്ടാവാൻ വേണ്ടിയിട്ട് ഒഴിച്ച മരുന്ന് ഞാൻ ഇത് മാത്രമാണ് ഒഴിച്ചത്. വേറെ പിന്നെ ചാണകം കലക്കി അതും ആണ് ഒഴിച്ചേക്കുന്നത്. വേറെ ഒരു എക്സ്ട്രാ മരുന്നൊന്നും ചേർത്തിട്ടില്ല. ഇത് നമ്മുടെ സാധാ പച്ചവെള്ളത്തിലേക്ക് ഏത്തപ്പഴത്തിന്റെ തൊലിയും പിന്നെ പച്ചമുട്ടേന്റെ തൊണ്ടും, പച്ചമുട്ട തന്നെ വേണം, പുഴുങ്ങിയ മുട്ടയല്ല. പച്ചമുട്ടയാണെങ്കിൽ അതിന്റെ കാൽസ്യം ഒക്കെ ഇതിലേക്ക് ഇറങ്ങും. അപ്പൊ പുഴുങ്ങിയ മുട്ടത്തൊണ്ടിൽ അത് കിട്ടത്തില്ല. അപ്പൊ ഇത് ഞാൻ ഇട്ടിട്ട് ഏകദേശം ഒരു 6 മാസമായിട്ടുണ്ട്. ഇതിന്റെ കളർ തന്നെ കണ്ടില്ലേ, കാപ്പി കളർ നിറം ഇതിന്. ഇത് തുറക്കുമ്പോൾ ഭയങ്കര മണം കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊന്ന് തുറന്ന് കാണിക്കാം. ഞാൻ ഇത് എങ്ങനെ ചെടിയിൽ പ്രയോഗിക്കേണ്ടതെന്നും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ തുറന്ന് കാണിക്കാം. ഇതുണ്ടോ, നമ്മുടെ പഴത്തൊലിയും മുട്ടത്തൊണ്ടും ഒക്കെ നല്ലോണം, ഇതിപ്പോ പഴത്തൊലി കേട്ടോ, ഇതൊക്കെ നല്ലോണം പഴത്തിന്റെ എല്ലാ സത്തും ഇറങ്ങിയിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് ഇതിന്റെ എല്ലാ സംഭവങ്ങളും വിറ്റാമിൻസ് ഇതിന്റെ എല്ലാ ഭാഗത്തും എത്തണം. അപ്പൊ നല്ലോണം ഒന്ന് കലക്കി കൊടുക്കാം. ഇത് നമ്മൾ അപ്പാടെ ചെടിയിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. പകരം കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് വേണം ഒഴിക്കാന്. ഇതുണ്ട് ഇതിന്റെ പഴത്തൊലിയാണ് കേട്ടോ. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ എത്രയാണോ എടുക്കുന്നത്, ഇപ്പൊ 1 ഗ്ലാസ് എടുക്കുന്നെങ്കിൽ 2.5 ഗ്ലാസ് പച്ചവെള്ളം ചേർക്കണം കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കുറച്ച് എടുത്തുള്ളൂ. ഇതൊരു 1/2 ഗ്ലാസ് ഈ വെള്ളം ഉള്ളൂ കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ചെടിയിലേക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ചെടിയിലാട്ടോ അടിക്കാൻ പോകുന്നത്. ഇതിൽ കുറച്ച് മുട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ മരുന്ന് ഉണ്ടാക്കുന്ന ചെടിയിൽ അടിക്കുന്ന സമയത്ത് നല്ലോണം വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ചെടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പം നമുക്കിതിന്റെ തണ്ടയിലും ഇലയിലൊക്കെ ആയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് 2-3 മാസം കൂടുമ്പോൾ ചെയ്ത് കൊടുത്താൽ മതി. വേറെ ഒരു വളത്തിന്റെ ആവശ്യമില്ല. അതേപോലെ നമ്മുടെ 10 മണി ചെടിയിലൊക്കെ നല്ലോണം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ ഒരു കുപ്പിയില് ഇങ്ങനെ 10 മണിപ്പൂ നട്ടതാട്ടോ. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്കും ഇലയിലും ഒക്കെ നല്ലോണം ഒന്ന് സ്പ്രേ ചെയ്യാം. ഇതുപോലെ തന്നെ നിറച്ചും പൂക്കളാവും.
അപ്പൊ ഈ മരുന്ന് നമുക്ക് 2 മാസത്തിലൊരിക്കല് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ആൾസത്തിന് മാത്രമല്ല എല്ലാ ചെടികൾക്കും ഒഴിക്കാൻ പറ്റുന്ന മരുന്നാണ്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കിയിട്ട് ഒന്ന് ചെടികൾക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എത്രമാത്രം റിസൾട്ട് കിട്ടും എന്ന് നോക്കാം. കാരണം 100% ഉറപ്പാണ്, നമുക്ക് ഏറ്റവും നല്ല മരുന്നാണ് ഈ പഴത്തൊലി കൊണ്ടുള്ള മരുന്ന്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ